എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറുപ്പക്കാരൻ കൃഷ്ണാനുഭവം അയച്ചു തന്നിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് വിഷ്ണുവാണേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറയ്ക്കൊക്കെ ആ കൃഷ്ണാനുഭവം, കൃഷ്ണഭക്തി അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്തൊരു സുഖമുള്ള സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 200 രൂപയുള്ളൂ ആകെ. അദ്ദേഹത്തിന് കൃഷ്ണന് ഉള്ളിൽ കയറുമ്പോൾ വെണ്ണയും തുളസിമാലയും കൊടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. അങ്ങനെ അവിടെ പോയി ചോദിച്ചപ്പോൾ രണ്ടിനും കൂടെ 200 രൂപയാവുള്ളൂ. അപ്പോൾ 200 രൂപ ആകെ കയ്യിലുള്ളൂ. 200 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് പിന്നെ ഭക്ഷണം കഴിക്കണം, വേറെ പൈസയൊന്നുമില്ല. അപ്പം തുളസിമാല മാത്രം വാങ്ങി അങ്ങനെ ഉള്ളിൽ കയറി. വൈകുന്നേരം 7 മണിക്ക് ട്രെയിനിനൊക്കെ ചേട്ടൻ ബുക്ക് ചെയ്തിട്ടാണ്, ചേട്ടനല്ല സഹോദരനാണ് ബുക്ക് ചെയ്തിട്ടാണ് ഗുരുവായൂർ വന്നത്. അങ്ങനെ ഗുരുവായൂർ തൊഴുത് തുളസിമാലയൊക്കെ സമർപ്പിച്ച് പുറത്തിറങ്ങിയ സമയത്താണ് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി, നീല വസ്ത്രം ധരിച്ച ഗുരുവായൂരിന് എഴുതിയ സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു, മോനെ ഭക്ഷണം കഴിച്ചാണോ, അല്ലെങ്കിൽ ഇതാ അവിടെ പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വിഷ്ണു ഓർമ്മ വന്നത്. ഞാൻ ഭക്ഷണം കഴിക്കാനല്ലേ 100 രൂപ മാറ്റിവെച്ചത്. അപ്പം ഭഗവാൻ വിചാരിക്കില്ലേ എനിക്ക് വെണ്ണ തരാതെ പൈസ കയ്യിലുണ്ടായിട്ട് മാറ്റിവെച്ചതാണെന്ന്. അങ്ങനെ വിഷ്ണു വീണ്ടും വെണ്ണ വാങ്ങി ഭഗവാന് കൊടുത്തു. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ ട്രെയിനൊക്കെ അങ്ങോട്ട് ട്രെയിന് പോയി. പക്ഷേ എന്താണ്, ആ കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, ഭക്ഷണം ഭഗവാൻ തന്നു, അപ്പം ഭഗവാനുള്ള വെണ്ണ ഞാൻ കൊടുക്കണ്ടേ. അങ്ങനെ അത് കൊടുത്തു. ഇപ്പോൾ സന്തോഷമായിട്ട് പുറത്തിറങ്ങി. പിന്നെ ബസ്സിലാണ് പോയത്. ബസ്സിൽ പോയിട്ട് വീട്ടിലെത്തിയപ്പോൾ കൃത്യമായ സമയം, ട്രെയിനിൻ്റെ അതേ സമയത്ത് തന്നെ എത്താനും സാധിച്ചു. എന്തായാലും സന്തോഷമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ തലമുറ ജെൻസി എന്ന് പറയുന്ന ആ തലമുറയുണ്ടല്ലോ, അവരും ഭക്തിയൊക്കെ ഉണ്ട്. വെറുതെ പറയാൻ നിങ്ങൾ ഭക്തിയൊന്നുമില്ല, അങ്ങനെ അല്ലാത്ത കുട്ടികളാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. എൻ്റെ പ്രിയ സഹോദരനായ ഒരു വിനായക് കൃത്യമായിട്ടും ഗുരുവായൂർ വരുമ്പോൾ എന്നോട് കൃത്യമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്തായാലും വിഷ്ണുവിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഇനി എപ്പോഴും ഗുരുവായൂർ വരാൻ സാധിക്കട്ടെ, കയ്യിൽ നിറയെ പൈസയുമായിട്ട് വരാൻ സാധിക്കട്ടെ. മഹാലക്ഷ്മി ഭഗവാൻ കൂടെ ഉണ്ടാവുമല്ലോ. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക. ഹരേ കൃഷ്ണ.